ഹായ്, എൻ്റെ യൂട്യൂബ് മലയാളം കീബോർഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കനകാംഗി എന്ന രാഗമാണ്. കനകാംഗി രാഗം മേളകർത്ത രാഗപ്പട്ടികയിലെ ഒന്നാമത്തെ രാഗമാണ്. ഒന്നാമത്തെ രാഗം സാധാരണ വളരെ അപൂർവമായിട്ട് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കാറ്. കാരണം ആ രാഗത്തിനകത്ത് കീർത്തനങ്ങൾ വളരെ ചുരുക്കം കീർത്തനങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് സാധാരണ അധ്യാപകർ ഈ രാഗം പഠിപ്പിക്കാറില്ല. ഒരുപാട് ടോപ്പായിട്ട് നിൽക്കുന്ന കലാകാരന്മാർ മാത്രമേ ഈ രാഗം പ്രാക്ടീസാക്കി എടുക്കാറുള്ളൂ. നമ്മുടെ മേളകർത്ത രാഗപ്പട്ടികയിൽ ഒന്നാമത്തെ രാഗമായതുകൊണ്ട് രാഗം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ രാഗം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഈ രാഗത്തിനകത്ത് ഗാന്ധാരം എന്ന സ്വരം ശരിക്കും പറഞ്ഞാൽ കൂടിയരിയാണ് വായിക്കുന്നത്. അതുപോലെ നിഷാദം എന്ന സ്വരം കൂടിയ ദൈവതമാണ് വായിക്കുന്നത്. അപ്പോൾ അത് കൂടിയരിക്ക് നമ്മൾ ഗാന്ധാരത്തിന് പേര് പറയുമ്പോൾ നമ്മൾ ശുദ്ധ ഗാന്ധാരം എന്നാണ് പറയുന്നത്. സാധാരണ കുറഞ്ഞ ഗാന്ധാരത്തിന് സാധാരണ ഗാന്ധാരമാണ് കർണാടക സംഗീതത്തിൽ നമ്മൾ പേര് നിർദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ശുദ്ധ ഗാന്ധാരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ രീയാണ് ശുദ്ധ ഗാന്ധാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ കുറഞ്ഞ നിഷാദത്തിന് നമ്മൾ ശുദ്ധ നിഷാദം എന്ന് പറയുന്നു. കുറഞ്ഞ നിഷാദത്തിന് നമ്മൾ കാകള നിഷാദം എന്ന് പറയും. ഇവിടെ നമ്മൾ ദൈവതമാണ് കുറഞ്ഞ നിഷാദമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രാഗത്തിനകത്ത് നമ്മൾ അതിൻ്റെ ആരോഹണം അവരോഹണം എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. സ രി ഗ മ പ ദ നി സ സ നി ദ പ മ മ ഗ രി സ. അപ്പം രണ്ട് രീതിനകത്ത് വരുന്നുണ്ട്. കൂടിയ കുറഞ്ഞ രീതിയും വരുന്നുണ്ട്, കൂടിയ രീതിയും വരുന്നുണ്ട്. കൂടിയ രീതിയാണ് ഗാന്ധാരം. അതുപോലെ കുറഞ്ഞ ദൈവതം വരുന്നുണ്ട്, കൂടിയ ദൈവതം വരുന്നത്. ഈ കൂടിയ ദൈവതമാണ് നിഷാദമായിട്ട് ഈ രാഗത്തിനകത്ത് നമ്മൾ ആലപിക്കുന്നത്. സരി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. രൂപകതാളം തന്നെയാണെന്ന് നമുക്ക് ഈ രാഗത്തിനകത്ത് പരിചയപ്പെടുത്തും. സരി സരിഗമ രിഗ രിഗമപ്പ ഗമ ഗമപദ മപ്പ മപദനി പദ പദനിസ. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ കർണാടക സംഗീതത്തിൻ്റെ പുസ്തകം വാങ്ങിച്ച് അത് നോക്കി നിങ്ങൾ പ്ലേ ചെയ്യണം. അപ്പം ഞാൻ ഓരോ ലൈൻ പറഞ്ഞ് വായിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആരോണം അവരോണം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വായിച്ച് കേൾപ്പിക്കും. വായിക്കാൻ നേരത്തെ സാദാ ദാ പ അതാ സ്വരം വരുന്നത്. സാദാ കൂടി ദൈവതം, പിന്നെ കുറഞ്ഞ ദൈവതം ദാ പ മാരി മാരി കൂടി രി, പിന്നെ കുറഞ്ഞ രി സാ സാരി രി മ പ ദ ദ സ. ഇതാണ് സ്വരം വരുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ രാഗത്തിനകത്ത് നമ്മളത് കൂടി രി നമ്മൾ കുറഞ്ഞ ഗാന്ധാരമായിട്ടാണ് ഈ രാഗത്തിനകത്ത് ചില ശാസ്ത്രീയമായിട്ട് പേര് വരുന്നു. സാരി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. ഇനി ഓരല്ലേ സാരി സാരി ഗ മ രി ഗ മ പ ഗമ ഗമ പദ മ പ മ പദ നി പദ പദ നി സ സ നി സ നി ദ പ നി ദ നി ദ പ മ ദ പ മ ഗ പ മ പ
മഗാരി മഗ മഗാരി സാരി സാരി ഗമ രീ ഗമ പ ഗമ ഗമ പദ മ പ മ പദ നി പദ പദ നി സ സാരി നീദ നീദ പ മ ദ പ ദ പ മഗ പ പ മ പ മഗാരി മഗ മഗാരി എന്നിട്ട് അത് നിങ്ങൾ ശരിക്കും സ്പീഡപ്പ് ആക്കണം. ആദ്യം നമ്മൾ വായിക്കാൻ സ്പീഡ് കുറച്ച് പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ ആരോണം അവരോണം നിങ്ങൾ വായിച്ച സ്വരസ്ഥാനം നിങ്ങൾ ശരിക്കും വേണം. അപ്പം നമ്മൾ നമ്മൾ കൂടിയിരിക്കും സാറിന് നമ്മൾ രണ്ടാമത്തെ വല്ല ഇവിടെ നമ്മൾ സാരി മൂന്നാമത്തെ വല്ല തന്നെ ഉപയോഗിക്കും. സാരി ഗമ പാദ ഇവിടെ കുറഞ്ഞ ദൈവത്തിന് നമ്മൾ രണ്ടാമത്തെ വല്ല ഉപയോഗിക്കുന്നു. കൂടിയ ദൈവത്തിന് നമ്മൾ ഗാന്ധാരായിട്ട് പാടുന്നത് അതിന് മൂന്നാമത്തെ വല്ല സാരി പാദ നീ സാരി ദ പ മ ഗ രീ സ ഹരി ഹരി ഗമ പ മ പ മ പദ നി പദ പദ നി സ അങ്ങനെ സ്പീഡ് കൂട്ടി നിങ്ങളത് പ്രാക്ടീസ് ആക്കി എടുക്കുക. അപ്പോൾ ഈ രാഗം നമ്മൾ ഒന്നാമത്തെ രാഗം നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കനരാഗി രാഗം നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറയണം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ രാഗം പരിചയപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. രാഗത്തിൻ്റെ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾ വീണ്ടും നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി ചോദിക്കുക, അത് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നവരെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക.